നമസ്കാരം. ഇ.പി. ജയരാജനെയും തന്നെയും ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവേദ്കർ കണ്ടിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി ടി.ജി. നന്ദകുമാർ. ഇടതുമുന്നണി സഹായിച്ചാൽ ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവേദ്കർ ഇ.പിയോട് പറഞ്ഞു. പകരം എസ്.എൻ.സി. ലാവലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാം എന്ന് ഉറപ്പുകൊടുത്തു. പക്ഷേ ഇ.പി. സമ്മതിച്ചില്ല. ആദ്യ ചർച്ച പരാജയപ്പെട്ടു പോയെന്നും ടി.ജി. നന്ദകുമാർ വെളിപ്പെടുത്തുന്നു. പിണറായിയുടെ രക്ഷകനാകാനായിരുന്നു ഇ.പിയുടെ ചർച്ച. ഒരേ ഒരു സീറ്റിൽ വിട്ടുവീഴ്ച വേണമെന്നായിരുന്നു ജാവേദ്കർ ആവശ്യപ്പെട്ടത്. തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ജാവേദ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഇ.പിക്ക് ഈ കൂടിക്കാഴ്ചയുമായിട്ടുള്ള മുൻ ധാരണ ഇല്ലായിരുന്നുവെന്നും ജാവേദ്കർ വരുന്ന കാര്യം താൻ ഇ.പിയോട് പറഞ്ഞിട്ടില്ലായിരുന്നുവെന്നും നന്ദകുമാർ പറയുന്നു. ബി.ജെ.പിയിലേക്ക് ചേരാൻ ഇ.പി ചർച്ച ചെയ്തിട്ടില്ല. പിണറായിയുടെ രക്ഷകനായിട്ടാണ് ചർച്ച നടത്തിയത്. തൃശൂർ സീറ്റിന് വേണ്ടിയായിരുന്നു ജാവേദ്കർ ചർച്ച നടത്തിയത്. അത് CPI സീറ്റ് ആയതിനാൽ ചർച്ച വഴിമുട്ടി. ചർച്ച വിജയിച്ചെങ്കിൽ എസ്.എൻ.സി. ലാവലിൻ കേസ് അവസാനിപ്പിക്കാമായിരുന്നു. സാക്ഷികൾ മരിച്ചെന്നും കേസ് കലാഹരണപ്പെട്ടെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിക്കുമായിരുന്നെന്നും നന്ദകുമാർ പറയുന്നു. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ദല്ലാൾ നന്ദകുമാർ മറുപടി നൽകി. ശോഭാ സുരേന്ദ്രന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അഡ്വാൻസ് തുകയായി 10 ലക്ഷം നൽകിയത്. ആ പണമാണ് തിരികെ കിട്ടാത്തത്. ശോഭയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അവർ അന്യായമായി കൈവശം വെച്ച ഭൂമിയാണ് തന്നോട് വിൽക്കാൻ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രന്റെ സംരക്ഷണം ഭർത്താവ് മോഹൻദാസിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസന്ന മോഹൻദാസ് അറിയാതെ കൈവശപ്പെടുത്തിയ ഭൂമിയാണിത്. അത് വ്യക്തമായതോടെ ഇക്കാര്യം ശോഭയോട് ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിവരങ്ങളിലും ഈ ഭൂമിയുടെ വിവരം ഇല്ല. ഇക്കാര്യത്തിൽ വ്യക്തത തേടി 2 കത്ത് നൽകിയെങ്കിലും അതിന് മറുപടി നൽകിയിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ അന്യായമായി കൈയടക്കിയ ഭൂമിയായിരുന്നു തന്നോട് വിൽക്കാൻ പറഞ്ഞത്. അതിനാലാണ് ഭൂമി രജിസ്റ്റർ ചെയ്യാനായി കാത്തിരുന്നത്. സംരക്ഷണം ഭർത്താവിന്റെ ഭാര്യ പ്രസന്നയുടെ പേരിലായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത്. അത് അവർ അറിയാതെ ശോഭാ സുരേന്ദ്രൻ വിൽപ്പനയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പ് സംഘത്തിൽ പെട്ടിരിക്കുകയാണ്. ഇവർക്കൊപ്പമുള്ള മോഹൻദാസ് ആണ് ഇതിന് പിന്നിലുള്ളത്. ബി.ജെ.പി. സ്ഥാനാർത്ഥിത്വം എന്നത് പണം തട്ടിപ്പിനുള്ള ജോലി പോലെയാണെന്നും നന്ദകുമാർ പരിഹസിച്ചു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.